എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രെയിൻ പെർസിസ്റ്റൻ്റ്ലി. അതായത് നിരന്തരമായിട്ട് നമ്മൾ പരിശീലനം നേടിയെടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ പല ആളുകൾക്കും പറ്റുന്ന വലിയൊരു അബദ്ധം ഇത് തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു, നമ്മൾ മിടുക്കന്മാരാണ് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യം നമ്മൾ പഠിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ പരിശീലിക്കാനായിട്ടുള്ള ശ്രമം നമ്മൾ നടത്താറില്ല. ഇതൊക്കെ എനിക്കറിയാം, ഞാനിത് ചെയ്തോളാം എന്നാണ് പല ആളുകളും വിചാരിക്കുന്നത്. പക്ഷേ അപ്പോഴും നമുക്കൊരു ഗുരുവിൻ്റെ സ്ഥാനം തീർച്ചയായിട്ടും വേണ്ടി വരും. കാര്യം നമുക്കറിയാം എന്ന് നമുക്ക് തോന്നിത്തുടങ്ങിയാൽ അത് അഹങ്കാരമാണ്. അങ്ങനെ അഹങ്കാരം നമ്മുടെ തലയ്ക്ക് കയറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാശത്തിലേക്കുള്ള ഒരു വഴി തന്നെയാണ് ഒരുക്കുക. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് അറിയാം എന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ആളുകളെ കണ്ടെത്തി നമുക്ക് തീർച്ചയായിട്ടും പോകാവുന്നതാണ്. ഇതിന് നല്ലൊരു ഉദാഹരണം നമുക്ക് പറയാൻ പറ്റുന്നത്, ഒരു കായിക താരം ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും അയാളുടെ പരിശീലനം നിർത്തുന്നില്ല. അതേപോലെ തന്നെ അയാൾക്ക് എപ്പോഴും ഒരു ഗുരുസ്ഥാനത്ത് ഒരു വ്യക്തി ഉണ്ടാകും. ഏതൊരു ഏതൊരു കായിക താരത്തിനും അല്ലെങ്കിൽ ഏതൊരു വലിയ സ്ഥാനത്തെത്തിയ ഒരു വ്യക്തിക്കും അയാൾക്ക് ഒരു മെന്റർ എന്നുള്ള രീതിയിൽ ഒരു ഗുരുസ്ഥാനത്ത് ഒരു വ്യക്തി ഉണ്ടാകും. അവരിൽ നിന്നും സ്ഥിരമായിട്ട് കാര്യങ്ങൾ കേൾക്കുകയും പരിശീലിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ഒരു സ്ഥാനം അവർക്ക് നിലനിർത്താനായിട്ട് പറ്റുന്നത്. ഇതിന് ചെറിയൊരു ഉദാഹരണം ഇവിടെ പറയുന്നത് വെച്ചാൽ, നമ്മളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിൽ പോകുന്നു, അത് കഴിഞ്ഞ് കോളേജിൽ പോകുന്നു, പഠിത്തമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു ജോലിയിൽ കയറുന്നു. നമ്മൾ ഈ കുട്ടിക്കാലത്ത് പഠിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ എവിടെയാണ് നമുക്ക് ആവശ്യം വരുന്നത് നമുക്ക് തോന്നിയിട്ടുണ്ടാകാം. മാത്സ് പഠിക്കുന്നു, സയൻസ് പഠിക്കുന്നു, അങ്ങനെ പലതും പഠിക്കുന്നു. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പ്രയോജനപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പല ആളുകളും പറയും ഇതൊന്നും കൊണ്ടൊന്നും യാതൊരു പ്രയോജനം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റ് എന്നുള്ളത് മാത്രമല്ല, ഒരു നല്ല മനുഷ്യനാകാനായിട്ട് പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് പല കാര്യങ്ങളും നമുക്ക് അവിടെ പറഞ്ഞു തന്നിട്ടുണ്ടാകാം. പക്ഷേ അത് നല്ലൊരു മനുഷ്യനാകാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് നമ്മളിൽ പലരും മനസ്സിലാക്കുന്നില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് നല്ല മാർക്ക് വേണം, മാർക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ജോലി കിട്ടൂ, നല്ലൊരു ജോലി കിട്ടിയാൽ മാത്രമേ നമുക്ക് കാശ് സമ്പാദിക്കാൻ പറ്റൂ, നമുക്ക് നല്ലൊരു സ്ഥാനം ഉണ്ടാവുള്ളൂ എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിൽ മിക്ക ആളുകളും കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നതാണ്, നല്ലൊരു മനുഷ്യനാകാനായിട്ട് ആവശ്യമുള്ള എന്ത് അറിവും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അത് തീർച്ചയായിട്ടും അത് നിരന്തരമായിട്ട് നമ്മൾ അത് പരിശീലിച്ചെടുക്കണം. നമ്മളെ ഇരുത്തി ആരും പരിശീലനം തരണം എന്ന് നിർബന്ധമൊന്നുമില്ല. അത് അന്വേഷിച്ച് തീർച്ചയായിട്ടും മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ വലിയൊരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും സ്ഥിരമായിട്ട് കാര്യങ്ങൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുമ്പ് പറഞ്ഞ പോലെ അത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മറക്കാതിരിക്കാനായിട്ട് നമ്മുടെ ആ കഴിവുകൾ വീണ്ടും ഉണർത്തിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും നിരന്തരമായിട്ട് നമുക്ക് പരിശീലനത്തിൽ ഏർപ്പെടാം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം അങ്ങനെ സ്ഥിരമായിട്ട് പരിശീലനത്തിൽ ഏർപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും അതേപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള അവസരവും നമുക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.